ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇതെന്താ കോമാടനെ ചങ്ങലക്കിട്ടിക്കുക? സാധാരണ കജ്ജുമല കാലുമല ചങ്ങലക്കിട്ടില്ല. ഇവന് കുറച്ച് മൂച്ചിപ്പിരാന്ത് കൂടിയോണ്ട് ഇവനെ കൗത്തിലെന്നെ ചങ്ങലക്കിട്ടിക്കാന്ന് വെച്ചോണ്ട്. അത് പോറ്റുന്നതിനും അപ്പയാണ് പേ പിടിച്ച് അപ്പൊ ചങ്ങലക്കിട്ടതാ. എന്താ ഇത് ചങ്ങലിടാൻ കാരണാവോ? പിശാചിനെ പിന്നെ ഉഞ്ഞെടുത്തതാണോ എന്നുള്ളത് മനസ്സിലാവണം. ചില സേവ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർക്കുണ്ട് ഇങ്ങനൊക്കെ പരിപാടി. വിരല് നിറച്ച് മോതിരം, കഴുത്തിലൊരു ചെയിന്. ഇതുവരെ ആർക്കും കാണാത്തതാണ് ഈ ഒരു ചെങ്ങല കഴുത്തിന്. തലപ്പാവ് ഇതൊക്കെ അരിച്ചും ചെയ്തതിന് കഴുത്തിലൊരു ചങ്ങല് ആദ്യമായിട്ട് കാണുക ഒരു മനുഷ്യന്റെ കഴുത്തില്. ഈ സംഭവം നമ്മൾ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇതുവരെ ഒരു മനുഷ്യർക്കും കഴുത്തില് ഇങ്ങനെ ഇടുന്നത് കാണുന്നില്ല. പെണ്ണുങ്ങൾക്കല്ലേ ആഭരണമായിട്ടും അല്ലെങ്കിലും കഴുത്തിലിടാൻ അനുമതിയുള്ളത്. ഇത് കൂതരായിട്ട് വളർന്നതായിക്കോട്ടോ. ഒരു കൂതരായിട്ട് നടക്കുന്ന ആളായിരിക്കും. കൂതര ആയിട്ട് ജീവിക്കുന്നവർക്ക് എങ്ങനെ കഴിയുള്ളൂ? എന്റെ കയ്യിൽ ഒരു റിംഗ് പോലത്തെ സാധനം കണ്ടിട്ട് കഫീല് പറഞ്ഞ ഇടാൻ പറ്റൂലാറിന്. നമുക്ക് ആണുങ്ങളെ ആകുമ്പോമാര് വസ്തു ഒന്നും ഉപയോഗിക്കാറില്ല. അതെന്താന്നറിയോ? അത് സത്യത്തില് ഓൽക്കന്നെ മനസ്സിലായിക്കണ് ഒക്കെ പിരാന്തായിക്കണു. അപ്പൊ അതേപോലെ എവിടെയെങ്കിലും പിന്നെ പിരാന്ത് കാട്ടുമ്പോഴേ നീ ഇവനെ പിടിച്ചാൻ ചെല്ലണ മനുഷ്യന്മാര് ചെങ്ങലോണ്ട് പോണ്ട കൗത്ത് തന്നെ ചെങ്ങല ഉണ്ടല്ലോ, അതാണ് കുടുക്കിങ്ങാണ്ട് എവിടെയെങ്കിലും ഒരു മരക്കൊച്ചിമണ് കെട്ടിട്ടാ മതി എന്ന നിലക്കാണത്. അപ്പൊ ഓൻ തന്നെയാണ് ചെങ്ങല കരുതിക്കാണ്. ഏതുപോലെ അറിയങ്ങള് ഇപ്പോ നമ്മളൊക്കെ കാണാൻ പറ്റാവുന്ന, ഞമ്മക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അസുഖാണല്ലോ അപസ്മാരം. പടച്ചറബ് ആക്കട്ടെ, അത് പലർക്കും ഉണ്ടാവലുണ്ട്. അപ്പൊ അതിന് ഏറ്റവും നല്ല പെട്ടെന്ന് ആ അപസ്മാരം ആളുകൾ നിൽക്കാൻ എന്താ ചെയ്യല്? അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക കൊടുക്കുക ചെയ്യുക. അല്ല, അടുത്ത എവിടെയാണ് പിന്നെ പീഡിയക്കാരുള്ളത് നോക്കൂ. ഓല താക്കോലും കൂട്ടൊക്കെ പാടം എല്ലാം നെഞ്ഞത്തോ കയ്യിലാണ് കൊടുക്കല. അപ്പൊ എന്ത് ചെയ്തു? അപസ്മാരത്തെ പ്രതിരോധിക്കാനാ അത്. അപ്പൊ ഇവനെ പ്രതിരോധിക്കാൻ ചെങ്ങനെ അങ്ങനെ തന്നെ അല്ല, അതല്ലേ അപസ്മാരം ഉണ്ടാകുന്ന ആളുകൾക്ക് നമ്മളെന്താ കൊടുക്കാറുള്ളത്? കട്ടൻ ചായ വെള്ളം കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. ഓർക്ക് അതിനെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ എന്തേ പറ്റുള്ളൂ? പൂട്ടും താക്കോലും. അപ്പൊ എന്ത് ചെയ്യും? അടുത്ത പീഡിയക്കാരന്റെ അടുത്തേക്ക് എന്നുങ്ങാണ്ട് എന്ത് ചെയ്യും? ആ താക്കോലും കൂട്ടൊന്നും കാട്ടിക്കാണ്ട് ഓരോ ശരീരത്തിന്റെ ഒരു പിന്നെ വള്ളമ്മേ അല്ലെങ്കിൽ കയ്യിലാണ് പിടിപ്പിക്കല. അതോടുകൂടെ എന്ത് ചെയ്യും? അതാണ് മാറലാണ്. മനസ്സിലായില്ലേ? എന്നാ മാതിരി ഇവർക്ക് വീരാന്താണ് എന്നുള്ളത് ഓർക്കന്നെ ഉറപ്പ് തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോ പിന്നെ ഇവരെ പിടിച്ചങ്ങാണ്ട് കെട്ടിടാൻ പറ്റുന്ന ഒരു ചെങ്ങലക്ക് തട്ടാൻ തീരാന്താ ചെങ്ങല ഓനിൽ തന്നെ ഉണ്ട്. അതാണ് പറഞ്ഞിന്റെ പച്ച മലയാളം. അതിന് സത്യത്തില് ചെങ്ങല എന്ന് പറയാൻ പറ്റൂല. അത് നമ്മളെ ആ ഭാഗത്തെ ശൈലി എടുത്ത് നമ്മളെ മേലാച്ചൂര് കരിവാരക്കുണ്ട് മേലാച്ചൂര് ഭാഗത്ത് പഴയ കാലത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് ആന ഉണ്ടായിരുന്നു. ആന എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറുവട്ടൂരിയൊക്കെ അറിയോന്നില്ലാതെ അറിയില്ല. നമ്മള് അറബിയില് നമ്മള് ഫീല് എന്ന് പറയും. ഇംഗ്ലീഷിൽ എന്താ അതിന് പറയാ? എലിഫന്റ്. അതെ, അതിനാണ് ആന എന്ന് പറയാം. അപ്പൊ ഈ ആനനെ പഴയ കാലത്തൊക്കെ വണ്ടികളൊക്കെ പോകാത്ത സൈറ്റിക്ക് അലാക്കിന്റെ മരങ്ങൾ വലിക്കാൻ വേണ്ടിയിട്ട് ആനനെ ഉപയോഗിക്കും. അപ്പൊ ആനന്റെ സഹായം തേടിയ ശിർക്കാണ് എന്നൊക്കെ ആരൊക്കെ പറഞ്ഞു തോന്നുന്നുണ്ട്. നമ്മളെ വിഷയം അതല്ല. അപ്പൊ ഈ ആന മരം വലിക്കുന്ന സമയത്ത് ആനക്ക് വക്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. വക്ക അതെന്താ? അത് വണ്ണല്ല, ഒരു സൈസ് കയറാണ്. ഒരു പിന്നെ ആനക്ക് ഇങ്ങനെ കടിച്ചിങ്ങനെ പിടിക്കാൻ പറ്റുന്ന അയിമക്ക് പിന്നെ ചെങ്ങലന്റെ ഈ വക്കയുടെ ഒരു ഭാഗം ആനന്റെ തൊള്ളയിലും കുറച്ച് ഭാഗം ചെങ്ങലമ കൂട്ടിക്കടിപ്പിച്ചിട്ട് ആണ് ആനനെ കൊണ്ട് വരം വലിപ്പിക്കുക. അതെന്തിനാണ്? ആനന്റെ പല്ലൊന്നും വീർത്താകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വക്കാന്നാ പറയുന്ന മാതിരി ഇത് ആനന്റെ വക്കയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് അതിങ്ങനെ അലോക്കിന്റെ മരം ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആനക്കുണ്ട് അത് ഇട്ടിട്ട് ഒരു പോകല് ഒരു മണ്ടലുണ്ട്, കുറുവട്ടൂരിയാള് മണ്ടണ മാതിരി. അതിന് നമ്മളെ നാട്ടില് പറയുന്ന മാതിരി എന്താ ആന വക്കട്ട് പോണ മാതിരി പോണൂന്ന് പറയണം. പിന്നെ ആനോട് അത് എടുക്കാൻ എന്ത് ചെയ്യാൻ? ആന അത് എടുക്കുന്നുള്ളത് ആനോട് വേറെ പറയാം. പക്ഷെ ആനയുടെ ബുദ്ധി കൂടി ഈ കൗമിന് പടച്ച റബ്ബ് കൊടുത്തിട്ടില്ല. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ അത് ആനന്റെ വക്കയാണത്. ഇനി ചങ്ങലൊക്കെ വേണ്ടി വരും. ചങ്ങലൊക്കെ ആവശ്യം വരും. ഇൻഷാ അല്ലാഹ് കണ്ടോളി. സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മളൊക്കെ ഉപ്പമാരൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളെ കയ്യും എന്തെങ്കിലും
നമ്മള് വെറുതെ ചിറ്റിക്കാരെ കാര്യപ്പെട്ട് ചിറ്റിയതൊന്നാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതി നമ്മളൊക്കെ ഇങ്ങനെ വിക്രസ് കാട്ടിയുന്ന കുട്ടികളായിരുന്നല്ലോ. ഇപ്പോഴല്ല അപ്പൊ നമ്മൾ ഇതൊക്കെ നന്നായത് അല്ല ഉള്ളത് പറയുമ്പോൾ. അപ്പൊ സ്വാഭാവികമായിട്ട് ഏതോ ഒരു കളിക്കണിന്റെ അടിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഏതോ ഒരു ചങ്ങാതി കൊണ്ടുവന്നിട്ട് നമ്മളെ കൗത്തുകൂടി ഒരു സാധനം ഇട്ടിട്ടുണ്ടാവും. നമ്മളത് കണ്ടിട്ടുണ്ടാവൂല. പെരിയിൽ വന്നുകാണ്ട് പിന്നെ എന്താണ് സർച്ചൊക്കെ കഴിച്ചിട്ട് കുളിക്കാൻ പോണ സമയത്തേക്കാരെ വാപ്പാന്റെ കണ്ണിലോ ഉമ്മാന്റെ കണ്ണിലോ അത് കാണാം. അപ്പണ്ട് ഉമ്മമാർക്കൊരു തോന്നിയ ഉമ്മമാർക്കുണ്ട് നമ്മളോട് കൽപ്പിക്കുക, എന്താണ് കൊലപ്പേ എന്താണ് എന്റെ കൗത്തിരിച്ചിട്ടിക്കണത്, എവിടുന്നാ ഇതൊക്കെ പഠിച്ചു വെച്ചുകാണ്ടുണ്ടല്ലോ ഒരു തോതാരിച്ചല്. നമ്മളെ അമ്മമാർക്ക് നമ്മളെ ഉപദേശിക്കുകയാണ്. അതേപോലെ തന്നെ കയ്യുമ്മ എന്തെങ്കിലും പാടാത്തത് എന്തെങ്കിലും ഇത് കണ്ടാണ്ട് വാപ്പാർക്കുണ്ട് നമ്മളോടൊരു ഉപദേശം അല്ലെ. ഇതൊക്കെ നമ്മളെ ജീവിതം. അപ്പൊ ചുരുക്കി പറഞ്ഞ ആവശ്യത്തിനോ അനാവശ്യത്തിനോ നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും കാണാത്ത ഒരു സംഗതി നമ്മളെ ശരീരത്തിന്റെ ഭാഗത്തോ കൗത്തിലോ കാലുമേ കയ്യുമേ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഉമ്മമാര് പ്രതിരോധിക്കും എന്നാണ് ഞാൻ പറഞ്ഞിട്ട് പച്ച മലയാളം. എന്താണ് ഓരത് കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് വാപ്പാർക്ക് വേണ്ടാത്തത് ഞമ്മക്കും വേണ്ട. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് കാണുമ്പോ ഓർക്ക് മഹാത്ഭുതം ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ കേട്ടും കാണും വളർന്നതാ. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഈ ബിച്ചാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കഥ. ഇതൊക്കെ അല്ലെങ്കിൽ പോലെ ഈ കാട്ടിക്കൂട്ടലൊക്കെ ഇസ്ലാമില് പറഞ്ഞതും കാട്ടിയതും കാണിച്ചതൊക്കെ എന്തിട്ടാ മതാമാളിലോടത്ത് മതാമാളെ മാതിരി എടുക്കുക, വേറെ കൊടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ എടുക്കുക, ഗോപിക്കെന്ന് അവിടുന്ന് ആ കോലത്തിൽ എടുക്കുക. എന്നിട്ട് ഇവിടെ ഈ സാധുക്കളെ പറ്റിച്ച് കാണും ഞാൻ വലിയാണ്, ഞാൻ ശ്രീഹാണെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുക. ഇങ്ങനത്തെ പറ്റിയിട്ട് എന്തെന്നാ പറയാ. ഇത് പറയുമ്പോ ഇവിടെ വഹാബികള് കടന്നു വരും. അതാ ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നേ മുതൽക്കും പറയുന്നത്, ഇവരെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോ വഹാബിയാളി നമുക്ക് പറയേണ്ടി വരും. വഹാബിയാളെ പറയുന്നിടത്ത് ഇവരെയും പറയേണ്ടി വരും. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് വഹാബി ഗ്രൂപ്പിൽ പലരും ഇല്ലേ, പല മൗലവിമാരോടും നമ്മൾ പല വഹാബി പുരോഹിതരോടും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ തലപ്പാവുമായി ബന്ധപ്പെട്ട് തല മറക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, അവരോട് നമ്മൾ സംബന്ധിക്കാറുണ്ട്. അപ്പൊ തല മറക്കണീന് നമ്മൾ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ പറയുമ്പോ വഹാബികൾ പറയുന്ന വാദം എന്താ, തലമറക്കൽ അങ്ങനെ ഒരു സംഗതി തന്നെയല്ല, അത് സുന്നത്തായി ഗ്രഹിച്ചിട്ടില്ല ഗണിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ അതിന്റെ ഹദീസാണ് കൂട്. പിന്നെ അവിടെ വഹാബി കൊണ്ടുവരുന്ന ഉസൂൽ എന്താന്ന് അറിയങ്ങള്, പിന്നെ അവിടെ വഹാബികൾ കൊണ്ടുവരുന്ന ഉസൂൽ എന്താ, താടിനെ കുറിച്ചിട്ടും തലപ്പാവിനെ കുറിച്ചിട്ടും മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയും വഹാബികള്. എന്നിട്ട് ഓല് അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് വഹാബികൾ പറയുന്ന സംഗതി എന്താ, താടിനെ കുറിച്ചും കാണാൻ വിട്ടേക്കാൻ പറഞ്ഞു കാണാന്ന വഹാബികൾ പറയും. എവിടേക്ക് വീണ്, ആരെ വീണ്? അപ്പൊ വഹാബികൾ മനസ്സിലാക്കിയത് എന്താ വെച്ചാല് താടിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ താടി വളർത്താൻ പറഞ്ഞിട്ടുണ്ട്, അത് വളർത്തേണ്ട രൂപം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വഹാബിയാളെ താടിമൊക്കെ വഹാബി മനസ്സിലാക്കിയത് എന്താ വെച്ചാല്, വഹാബി മനസ്സിലാക്കിയത് താടിയാണ് വെച്ചും കാണ്ട് അയിമ തുള്ളി വെളിച്ചെണ്ണ ആക്കരുത്, അതൊന്ന് വെട്ടി നന്നാക്കരുത്, അതൊന്ന് തേച്ച് മോറരുത് എന്നുള്ള കണ്ടീഷനില്ല വഹാബിയാള് താടി. അപ്പൊ അതുകൊണ്ടാണ് വഹാബിയാൾ പറയല് താടിയാണ് വിടാൻ പറഞ്ഞിക്കാണ്. അപ്പൊ നമ്മള് വഹാബിനോട് ചോദിച്ചു, താടി എവിടേക്ക് വീണ് എന്നാ മാതിരി ഇത് വളരെ വാദമാണ്. എന്നാലും ഇത് വല്ലാത്തൊരു ചങ്ങലക്കിടലാണ്. കാരണം ഇത് എന്റെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ കൈസാട് ടീമാണ്. ഇത്രയും ഈ മറ്റേ എന്താ പറയാ, ഈ കളർ മുക്കിയ ചെയിനൊക്കെ ഈ ചങ്ങല കൗത്തിലിടല്. കൈസാട് ടീം ഈ നീളം മുടിയും ഉണ്ടാവും, കൗത്തിലൊരു ചെയിനും ഉണ്ടാവും. എന്റെ നാട്ടിലൊക്കെ കൈസാട് ടീമാണ് ഇങ്ങനെ ഇട്ട് നടക്കാറ്. അപ്പൊ ഇതൊക്കെ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എവിടേക്കാണ് ഈ പോക്ക് എന്നുള്ളത്. സാധാരണഗതികളിൽ ഇത്തരം ഓരോ സംഗതികൾ നമ്മളെ നാട്ടിൽ കാണല്. ഇപ്പൊ ഈ വേൾഡ് കപ്പ് ഉണ്ടല്ലോ, ഇപ്പൊ ഈ വേൾഡ് കപ്പിൽ നമ്മളെ ഈ കുറച്ച് ചെറുപ്പക്കാരായ കുട്ടികള് ഓലെന്ത് ചെയ്യും, ഓലെ ഇഷ്ടപ്പെടുന്ന താരത്തിന്റെ ബനിയനുകളും അതുപോലെ അവരുടെ കോലത്തിലൊക്കെ എന്ത് ചെയ്യും ഇതാക്കും. അതുപോലെ അവർ ഉപയോഗിക്കുന്ന സംഗതികൾ അതെന്ത് ചെയ്യും, പന്തളി സീസൺ കഴിഞ്ഞാൽ അതാണ് പോകുകയും ചെയ്യും. അല്ല നിങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പൊ പലയിടത്തും ഇപ്പൊ വേൾഡ് കപ്പ് നടന്നപ്പോഴേ ഓരോരുത്തർക്കും ഓരോരോ ഫാൻസ് ഉണ്ടാവും. മെസ്സിന്റെ ഫാൻസ്, നെയ്മറിന്റെ ഫാൻസ്, അതേപോലെ സീദാന്റെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അവരെ ഇഷ്ടപ്പെട്ടുങ്ങാണ്ട് അവര് ധരിക്കണ വസ്ത്രം, അവര് ഉപയോഗിക്കുന്ന സംഗതി എന്താ വെച്ചാല് തോളു കൂടെ കെട്ടും കയ്യുമൊക്കെ കെട്ടിയൊക്കെ നടക്കും. അത് ഫുട്ബോൾ കഴിയണതോടുകൂടെ എന്ത് ചെയ്യും, അതെടുത്തു പോകും. ഇത് അവിടുന്നൊക്കെ വിട്ടിക്കണ്. ഇത് അതിന് നമ്മള് ഫുട്ബോൾ പ്രേമികൾ എന്നാ പറയാ. ഇതിനെ എന്ത് പ്രേമ പറയാന്നുള്ളത് നമുക്കറിയില്ല.